ഹായ് കിഡീസ്, മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഏതാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വരാക്ഷര ചിഹ്നങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ പഠിച്ചു, അതിന് ചിഹ്നങ്ങളില്ലാന്നും പഠിച്ചു, കാരണങ്ങളൊക്കെ പഠിച്ചു. കൂട്ടുകാരൊക്കെ പഠിച്ചു മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത സ്വരാക്ഷരം ഏതാ? ആ. അടുത്ത സ്വരാക്ഷരം ഏതാ? ആ. ആന്നുള്ള സ്വരാക്ഷരത്തിന് ചിഹ്നം ഉണ്ട്. ആന്നുള്ള സ്വരാക്ഷരത്തിന്റെ ചിഹ്നം ഏതാ? നോക്കിയാട്ടെ. ആ ചിഹ്നം അല്ലേ? ആ സ്വരാക്ഷരത്തിന്റെ ആന്നുള്ള ആ ചിഹ്നം മനസ്സിലായോ? ഏതാ? നമ്മൾ നീട്ടിയല്ലേ പറയില്ലേ? ആന, ആട്. ഏതാ അതപ്പോ? ഈ ആന്നുള്ള ആ ചിഹ്നം സ്വരാക്ഷരം. ഏതിന്റെ? ആ സ്വരാക്ഷരത്തിന്റെ ആ ചിഹ്നം. നമുക്ക് എക്സാമ്പിൾ നോക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അധികം ആ. ആ അപ്പൊ എങ്ങനെയായി മാറും? കാ. നോക്കിയാട്ടെ വ്യത്യാസം അവിടെ. നമ്മൾ ഈ ചിഹ്നം അവിടെ ഇട്ട് കൊടുക്ക. കായിന് എങ്ങനെയാ വായിക്കും അപ്പം? കാ അല്ലേ? ആ ചിഹ്നം അല്ലേ നമ്മൾ കായിന് കൂടി ഇട്ട് കൊടുത്തത്. അപ്പൊ കാ എന്തോ ആയി? കാന്ന് വായിക്കും. എങ്ങനെ വായിക്കും? കാ. കാക്ക, കാട്. അപ്പൊ നമുക്ക് അതിന്റെ കൂടെ എന്ത് ചിഹ്നം വേണം? ആ സ്വരാക്ഷര ചിഹ്നം വേണം. ഏതിന്റെ ചിഹ്നം? ആ സ്വരാക്ഷരത്തിന്റെ ആ ചിഹ്നം. അടുത്ത നോക്കിയാട്ടെ. ച് പ്ലസ് ആ. അപ്പൊ ചായ എന്തുമാ ആയി മാറി? ചായ എഴുതിയിട്ട് നമുക്ക് എന്തോ ചിഹ്നം ഇട്ട് കൊടുക്കണം ഇവിടെ. ആ ചിഹ്നം. ആ അല്ല ഇവിടെ വന്നത്. അപ്പൊ ആ ചിഹ്നം. ചാ. ച് പ്ലസ് ആ. ചാ. നീട്ടി വായിക്കുക. ചാ. കാ. അടുത്ത നോക്കിയാട്ടെ. ട് പ്ലസ് ആ. കൂട്ടുകാരൊന്നോർത്ത് നോക്കിയേ. ടാ എങ്ങനെയാവും? ആ ടാ. ടാ. ടാറ്റു അല്ലേ? ടാ. അതുപോലെ നോക്കിയാട്ടെ. ത് പ്ലസ് ആ. എങ്ങനെയായി മാറും? തായിന് നമ്മൾ എന്തോ ചിഹ്നം കൊടുക്കും? ആയിന്റെ ആ ചിഹ്നം കൊടുക്കും. താ. എങ്ങനെ വായിക്കും? താ. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത നോക്കിയാട്ടെ. പ് അധികം ആ. എന്തുവായി മാറി? പാ. ആ നമ്മൾ അവിടെ ആയിന്റെ ചിഹ്നം നീട്ടി കൊടുത്തു. എന്തോ വായിക്കും? പാ. പ് പ്ലസ് ആ. പാ. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ആ സ്വരാക്ഷരത്തിന്റെ ചിഹ്നം ഇതാണ്. ആ ചിഹ്നം. ക് പ്ലസ് ആ. കാ. ച് പ്ലസ് ആ. ചാ. ട് പ്ലസ് ആ. ടാ. ത് പ്ലസ് ആ. താ. ത് പ്ലസ് ആ. പാ അല്ലേ? ചിഹ്നങ്ങൾ ഇതാ സ്വരാക്ഷര ആ ഉള്ളതിന്റെ ചിഹ്നം. അപ്പൊ ഇത് അക്ഷരത്തിന്റെ കൂടെ വരുമ്പോ അതുപോലെ നീട്ടി ആ അക്ഷരത്തിനോട് ചേർന്ന് വായിക്കണം. ഇപ്പൊ ഇവിടെ കാന്നുള്ള അക്ഷരായതുകൊണ്ട് കാ. ചാന്നുള്ള അക്ഷരായതുകൊണ്ട് ചാ. ടാന്നായതുകൊണ്ട് ടാ. താന്നായതുകൊണ്ട് താ. പാ അക്ഷരായതുകൊണ്ട് പാ. അക്ഷരങ്ങളൊക്കെ ഓർക്കുന്നില്ലേ? വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചേ? കാ, ച, ടാ, ത, പ. ഓക്കെ, നമ്മള് അതിന്റെ കൂടെ ചിഹ്നങ്ങൾ ചേർത്തു. അപ്പൊ അതുപോലെ വായിച്ചു ചിഹ്നങ്ങൾ ചേർത്തിട്ട്. മനസ്സിലായോ? നമുക്ക് എക്സാമ്പിൾ നോക്കാം. ആ സ്വരാക്ഷര ചിഹ്നങ്ങൾ ചേർത്തിട്ട് വായിക്കാം. പാത. പാത. ഇവിടെ എന്ത് വന്നു? പായിന്റെ കൂടെ
ആ സ്വരാക്ഷര ചിഹ്നം. അതുകൊണ്ട് പാ, അതിന്റെ കൂടെ താ ചേർന്നു അല്ലേ? പാത. ചായ, ചായ. താര, താര. താമര, താമര. മാല, മാല. വാഴ, വാഴ. കൂട്ടുകാർക്ക് മനസ്സിലായി ഇന്നത്തെ ക്ലാസ് ഇന്ന് പഠിച്ചത് ആ സ്വരാക്ഷരത്തിന്റെ ആ ചിഹ്നം. അതൊരു അക്ഷരത്തിൽ വരുമ്പോ എങ്ങനെ വായിക്കും? നമ്മൾ നീട്ടി വായിക്കും. പായിന്റെ കൂടെ ആ ചിഹ്നം വന്നാൽ പാ, തായിന്റെ കൂടെ വന്നാൽ താ, മായിന്റെ കൂടെ വന്നാൽ മാ. ഓക്കെ, മനസ്സിലായല്ലോ? വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പൊ അവർക്കും ഇത് പഠിക്കാൻ വേണ്ടി സാധിക്കും. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്ത അക്ഷരങ്ങളും ചിഹ്നങ്ങളും പഠിക്കാം. ബൈ.